ലോകം കൃത്രിമ ബുദ്ധിയിലേക്ക് കടക്കുമ്പം ആ കൃത്രിമ ബുദ്ധിയിൽ അമേരിക്കയുടെ സാമ്പത്തിക ശക്തിയും ചൈനയുടെ അടച്ചിട്ട വ്യവസ്ഥയും അവർ സമ്പാദിക്കുന്ന കൃത്രിമ ബുദ്ധിയിലുള്ള പ്രാഗൽഭ്യത്തെ അല്ല മികവിനെ അവരുടെ സാമ്രാജ്യത്തെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കാൻ വേണ്ടി സ്വകാര്യ സമ്പാദ്യമാക്കി മാറ്റി നോക്കുമ്പോൾ ഇദ്ദേഹം കയറി ചെന്നു. അവിടെ നിന്നുകൊണ്ട് ഡോക്ടർജിക്ക് നമസ്തേ പറഞ്ഞിട്ട് അദ്ദേഹം ഇറങ്ങി തിരിച്ചു വന്നു. കുറെ കഴിഞ്ഞ് ഡോക്ടർജി ഉണർന്നപ്പോൾ ഈ സ്വയം സൗകര്യം എന്ന് പറഞ്ഞു, നേതാജി വന്നിട്ട് പോയിന്ന്, നിങ്ങൾക്ക് വിളിക്കാമായിരുന്നില്ലേ എന്ന് ചോദിച്ചിട്ട് ഇരുന്നിടത്തിരുന്ന് തന്നെ ഡോക്ടർജി നേതാജി അഭിവാദ്യം ചെയ്തെന്ന് പറയുന്നത്. സവർക്കർ ഇല്ലായിരുന്നുവെങ്കിൽ ഇംഗ്ലീഷുകാര് ഗാന്ധിജിക്ക് തുടക്കത്തിലെങ്കിലും കൊടുത്ത പിന്തുണ ഒരുപക്ഷെ ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ കാലഘട്ടം വരെ, ക്വിറ്റ് ഇന്ത്യ സമരം കഴിഞ്ഞപ്പോഴത്തെ ഗാന്ധിജിയെ ആ സമരത്തോടു കൂടി ഗാന്ധിജി അവർ തീർത്തും വെറുത്തു കഴിഞ്ഞു, ബുദ്ധിമുട്ടിക്കുകയും ചെയ്തു. നമസ്കാരം. സീക്കിംഗ് ദ ട്രൂത്തിന്റെ വീർ സവർക്കറെ കുറിച്ചുള്ള പരിപാടിയുടെ രണ്ടാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കെ വി രാജശേഖരൻ ജി നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹം വീർ സവർക്കറെ കുറിച്ചുള്ള നിരവധി അറിവുകൾ നമ്മളുമായി ഇപ്പോൾ തന്നെ പങ്കുവെച്ചു കഴിഞ്ഞു. കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് ചോദിച്ചറിയുവാനുണ്ട്. അദ്ദേഹത്തിലേക്ക് പോകാം നമുക്ക്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഈ ഒരു രാഷ്ട്രത്തെ സംബന്ധിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ ആശങ്കകളും ഒക്കെ വളരെ വ്യക്തമാണ്. അങ്ങ് ഈ പറഞ്ഞ വിവിധ കാര്യങ്ങളിൽ നിന്ന് എല്ലാത്തിനും അതിൻ്റെ ഒരു പശ്ചാത്തലം രാഷ്ട്രത്തിന് എന്ത് സംഭവിക്കും, ഇങ്ങനെ സംഭവിച്ചാൽ അതിപ്പോൾ അംബേദ്കർ മുസ്ലിം ആയാൽ മുസ്ലിം ജനസംഖ്യ വർദ്ധിക്കും, അതിന് രാഷ്ട്രത്തിന് എന്ത് സംഭവിക്കും, മലബാർ വംശഹത്യ കൊണ്ട് ഹൈന്ദവ സമൂഹത്തിനുണ്ടായൊരു മാറ്റത്തിലൂടെ രാഷ്ട്രത്തിന് എന്ത് സംഭവിക്കും, അദ്ദേഹത്തിന് ഈ ഒരു സ്വാതന്ത്ര്യത്തോട് അടുക്കുന്ന കാലഘട്ടത്തിലോ അല്ലെങ്കിൽ അതിനു മുൻപേ തന്നെ ഈ ഒരു രാജ്യാന്തര രാഷ്ട്രീയത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു ചിന്തകളും അതിന് അദ്ദേഹം എന്തെങ്കിലും നിർദ്ദേശങ്ങൾ നമ്മുടെ ഭാരതീയർക്ക് മുന്നോട്ട് വയ്ക്കുക, അതിനെന്തെങ്കിലും മാതൃകകൾ അദ്ദേഹം നൽകുകയോ ചെയ്തിട്ടുണ്ട്? കാരണം ഒരു വളരെ വലിയ വിശാലമായ ചിന്താസരണിയുള്ള ഒരു വ്യക്തിയായിരുന്നു സവർക്കർ. വിനായക ദാമോദർ സവർക്കർ ലോകത്തെ എങ്ങനെയാണ് നോക്കിക്കണ്ടതെന്നും ലോകത്തെ എങ്ങനെയാണ് ഭാരതത്തിന്റെ താല്പര്യത്തിന് അനുകൂലമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്നതെന്നും ചിന്ത തുടങ്ങിയത് 1948 1905 തന്നെ അദ്ദേഹം ഇവിടുന്ന് ഭാരതത്തിൽ നിന്ന് ഇംഗ്ലണ്ടിലോട്ട് പോയത് തന്നെ LLBക്ക് പഠിക്കാനാണെന്ന് പറഞ്ഞാൽ പോയത്. ആദ്യം തന്നെ എഴുതി കൊടുത്തിട്ടാ പോയി. എഴുതി, അതായത് കൊടുക്കാൻ ബാധ്യതകളായിട്ടല്ല, ഞാൻ ഈ ഡിഗ്രി എടുക്കുന്നത് നിയമം പ്രാക്ടീസ് ചെയ്യാനല്ല, ഭാരത സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിന് ആവശ്യമായ വിവരങ്ങൾ ശേഖരിക്കുന്നതിനുള്ള പിന്തുണ തേടുന്നതിനുള്ള ഒരു വഴിയായിട്ടാണ് ശ്യാംജി കൃഷ്ണവർമ്മയുടെ ആ സ്കോളർഷിപ്പ് നേടി ബാലഗംഗാധര തിലകന്റെ ശുപാർശയ്ക്ക് അനുസരിച്ച് കിട്ടിയതാണ് ഇംഗ്ലണ്ടിലേക്ക് എത്തുന്നത്. അങ്ങനെ അവിടെ എത്തിയ അദ്ദേഹം 1908 എൻ്റെ ഓർമ്മ തന്നെ ഒരു ലേഖനം എഴുതിയുണ്ടായി. ഒന്നാം ലോകയുദ്ധം സംഭവിക്കാൻ സാധ്യം. 1915 ഉണ്ടായത്. വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പ്രതീക്ഷിച്ചു. അങ്ങനെ സംഭവിച്ചു കഴിയുമ്പം ജർമ്മനി പോലുള്ള രാജ്യങ്ങളുടെ പിന്തുണ നേടിക്കൊണ്ട് ഇംഗ്ലണ്ടിനെതിരെയുള്ള പോരാട്ടത്തിന് ഭാരതം സജ്ജമാകണം എന്നൊരു നിർദ്ദേശം അദ്ദേഹം സുഹൃത്തുക്കളെ അന്നേ പങ്കുവച്ചിരുന്നു. ശരിക്കും അമേരിക്കയിലും കാനഡയിലും ഒക്കെ ബേസ് ചെയ്ത് മറ്റ് രാജ്യങ്ങളും ഇന്ത്യൻസ് ഉണ്ട്. അവിടെ കുടിയേറി പാർത്ത ഭാരതീയരെ സംഘടിപ്പിച്ചുകൊണ്ട് ഗദർ പ്രസ്ഥാനം ഉണ്ടാക്കിയപ്പം അതിൻ്റെ അവരുടെ ഒരു പ്രധാനപ്പെട്ട സ്ട്രാറ്റജിയും അത് തന്നെയായിരുന്നു. ലാലാ ഹർദയാലാണ് സവർക്കറുടെ സുഹൃത്ത് സഹപ്രവർത്തകൻ. ലാലാ ഹർദയാലാണ് അവിടെ പോയി അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തത്. അപ്പം അന്ന് തൊട്ട് തന്നെ സാർവദേശീയ മേഖലകളിലേക്കുള്ള ശ്രദ്ധയും അവിടെ വളർത്തിയെടുക്കുന്ന ബന്ധങ്ങളും ഭാരത സ്വാതന്ത്ര്യ സമരത്തിന് പ്രയോജനപ്പെടുത്താൻ ഉള്ളൊരു യജ്ഞം ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു പ്രധാന തെളിവാണ് ജർമ്മനിയിൽ നടന്ന ആ സോഷ്യലിസ്റ്റ് കോൺഫറൻസിൽ സവർക്കർ ക്ഷണിക്കപ്പെട്ടതും സവർക്കർക്ക് പോകാൻ അസൗകര്യമുള്ളതുകൊണ്ട് ബിക്കാജി ഗാമയെ പറഞ്ഞു വിട്ടത്, മാഡം ബിക്കാജി ഗാമയെ പറഞ്ഞു വിട്ടത്. അവിടെയാണ് ചെന്നിട്ട് സവർക്കർ, ശ്യാംജി കൃഷ്ണവർമ്മ, ബിക്കാജി ഗാമയൊക്കെ കൂടി തയ്യാറാക്കിയ
അതിന് പ്രധാനപ്പെട്ട ഇൻപുട്ട് സവർക്കറുടെയാണെന്ന് പറയുന്നത്. ആദ്യത്തെ പതാക അവിടെ അവതരിപ്പിക്കുകയൊക്കെ ചെയ്തത്. പിന്നെ നമ്മൾ വേറെ കാര്യം ഓർക്കുക, സവർക്കർ ഫ്രാൻസിൽ ചെന്ന് സമുദ്രത്തിലേക്ക് എടുത്തു ചാടി രക്ഷപ്പെട്ട കാര്യം അറിയാമല്ലോ. അതെ, സവർക്കർക്ക് ഫ്രാൻസിൽ നിയമയുദ്ധത്തിന് സഹായം ചെയ്തതാരാ? കാറൽ മാക്സിന്റെ അനന്തരവൻ, ആ പേര് ഞാൻ മറന്നുപോയി. അവരുടെ നേതൃത്വത്തിൽ സോഷ്യലിസ്റ്റ് ഗ്രൂപ്പുകളാണ് സവർക്കർക്ക് വേണ്ടിയിട്ടുള്ള പ്രതിരോധം അവിടെ ചെയ്തത്. അതുപോലെ സവർക്കറെ കാണാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റുകാരുടെ തലതൊട്ടപ്പനായ ലെനിൻ, റഷ്യൻ വിപ്ലവകാരൻ ലെനിൻ പല പ്രാവശ്യം ഇന്ത്യ ഹൗസിൽ ചെന്നിട്ടുണ്ട് ഇവർ തമ്മിൽ ആശയവിനിമയത്തിന് വേണ്ടി. അതിൽ അതിശയിക്കാനൊന്നുമില്ല. സാമ്രാജ്യത്തിനെതിരെ പോരാട്ടം നടക്കുന്ന ലോകത്തിലെ വിപ്ലവകാരികളെല്ലാം കൂട്ടായ്മ അവിടെ വന്നിരുന്നു. തീർച്ചയായിട്ടും അവർ പരസ്പരം ആശയം പങ്കുവച്ചു. നമ്മൾ മനസ്സിലാക്കണം, സവർക്കർ അവിടെ വെച്ച് നമുക്ക് ഈ ബോംബ് ഉണ്ടാക്കാനുള്ള ടെക്നിക്ക് അറിയില്ലായിരുന്നു ഇന്ത്യയിലെ വിപ്ലവകാരികൾക്ക്. അത് സവർക്കർ ആ വിവരം ശേഖരിച്ചത് റഷ്യക്കാരിൽ നിന്നാണ്. ഫ്രാൻസിൽ വെച്ചാണ് ശേഖരം നടക്കുന്നത്, റഷ്യൻ ഭാഷയിലാണ്. അത് റഷ്യൻ ഭാഷയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് മാറ്റി എഴുതിക്കുന്നത് മെഡിക്കൽ വിദ്യാഭ്യാസം ഒരു പെൺകുട്ടി എടുത്തുന്നത് പേര് പറഞ്ഞു, അനന്യ എന്നങ്ങനെ പേരോർമ്മ. ആ വിദ്യാർത്ഥിനിയെ കൊണ്ടാണ് ഇത് തർജ്ജിമ ചെയ്യിക്കുന്നത്. ആ സംഭവം ഭാരതത്തിലേക്ക് അയച്ചു കൊടുത്ത് ഭാരതത്തിലെ വിപ്ലവകാരികൾക്ക് പങ്കുവെച്ചാണ് വിപ്ലവത്തിന് വേണ്ടി ആയുധ സാമഗ്രികൾ ഉണ്ടാക്കുന്നതിനുള്ള പണി ചെയ്തത്. വിശാലമായ തലത്തിൽ ലോകത്തെ കൂട്ടുനിർത്തുന്നതിനുള്ള ലോകത്തിൻ്റെ സംഭവഗതികളെ മനസ്സിലാക്കി ബന്ധങ്ങൾ പുലർത്തി രാജ്യത്തിന്റെ താല്പര്യത്തിനായിട്ട് അനുകൂലമായി ഉപയോഗിക്കുന്നതിനുള്ള ശ്രദ്ധ സവർക്കർ അന്ന് നടത്തിയിരുന്നു. പിന്നീട് നമ്മളത് കാണുന്നത് 1928-30 കാലഘട്ടത്തിൽ രണ്ടാം ലോക യുദ്ധം വരാൻ പോകുന്നതും ആ സന്ദർഭത്തിൽ ഇതുപോലെ തന്നെ യുദ്ധ സാഹചര്യത്തെ ഭാരതത്തിന് അനുകൂലമായിട്ട് ഉപയോഗിക്കണമെന്നും സവർക്കർ ആവശ്യപ്പെട്ടു, എഴുതി അതേക്കുറിച്ച്. പക്ഷെ യുദ്ധം വന്നപ്പോൾ റഷ്യയും കൂടെ ഇംഗ്ലണ്ടിന്റെ കൂടെ ആദ്യം ജർമ്മനിയുടെ റഷ്യയുടെ കൂട്ടുപിടിച്ച് പോകണമെന്നാണ് പറഞ്ഞത്. അതൊക്കെ പിന്നീട് വന്ന മാറ്റങ്ങൾ. പക്ഷെ സവർക്കർ മനസ്സിലാക്കി പോയി എന്നുള്ളതാണ് പ്രധാനം. അതുപോലെ തന്നെ രണ്ടാം ലോക യുദ്ധം ഒരു ഘട്ടമെത്തിയപ്പം അമേരിക്കൻ പ്രസിഡന്റിന് ആയി സവർക്കർ ബന്ധപ്പെട്ട് കത്തയച്ചിരിക്കുന്നു. ഇംഗ്ലണ്ടിന്റെ മേലിൽ സ്വാധീനം ചെലുത്തി ഭാരതത്തെ സ്വതന്ത്രമാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്ത്രപ്രധാനമായിട്ട് പ്രയോജനമായിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, എല്ലാവരും മനസ്സിലാക്കുന്നൊരു കാര്യമുണ്ട്. നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഇവിടെ നിന്ന് പുറത്തു പോയതും INA-യുടെ സ്ഥാപനമൊക്കെ ഉണ്ട്. പക്ഷെ അവിടെ വസ്തുത എന്ന് പറയുന്ന ഒരു കാര്യം പലരും മറന്നു പോവുകയോ അറിയാതെ പോവുകയോ ചെയ്യുന്നുണ്ട്. നേതാജി സുഭാഷ് ചന്ദ്രബോസ് അങ്ങോട്ട് പറഞ്ഞു വിട്ടത് ആരായിരുന്നു? വിനായക ദാമോദർ സവർക്കർ. 1940 ഗാന്ധിയും നെഹ്റുവും ഒക്കെ ചേർന്ന് കോൺഗ്രസിനകത്തുനിന്ന് പെടലിക്ക് പിടിച്ച് പുറത്താക്കി കഴിഞ്ഞ നേതാജി സുഭാഷ് ചന്ദ്രബോസ് അദ്ദേഹത്തിന് ഇനി എന്ത് ചെയ്യണം ചിന്ത ഉണ്ടായപ്പം സന്ദർശിച്ച 2 വ്യക്തികളിൽ ഒന്ന് ഡോക്ടർ കേശവ് ബൽറാം ഹെഗ്ഡേവറും മറ്റൊന്ന് വിനായക് ദാമോദർ സവർക്കറും. ഡോക്ടർജിയെ കാണാൻ ചെന്നപ്പോൾ അതും വളരെ ഒരു വൈകാരികമായ രംഗമാണ്. ഡോക്ടർജി മരിക്കുന്നതിന് തൊട്ട് തലേദിവസമാണ് കാണാൻ ചെല്ലുന്നത്. നേതാജി എന്നു ഡോക്ടർജിയുടെ അവിടെ വ്യവസ്ഥയുള്ള സ്വയം സേവകരോട് പറഞ്ഞു, അവർക്ക് മനസ്സിലായി. അപ്പൊ അവര് പറഞ്ഞു, ഡോക്ടർജി ഇന്നലെ ഉറങ്ങിയിട്ടില്ല, ഇപ്പോഴൊന്ന് ഉറക്കം പിടിച്ചിരിക്കുകയാണ്, വിളിക്കണമെന്ന് ചോദിച്ചു. അപ്പം നേതാജി പറഞ്ഞു, വേണ്ട, ഞാൻ കയറി ഒന്ന് കണ്ടിട്ട് പൊക്കോളാം, അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് പറഞ്ഞു. ഇദ്ദേഹം കയറി ചെന്നു. അവിടെ നിന്നുകൊണ്ട് ഡോക്ടർജിക്ക് നമസ്തേ പറഞ്ഞിട്ട് അദ്ദേഹം ഇറങ്ങി തിരിച്ചു വന്നു. കുറെ കഴിഞ്ഞ് ഡോക്ടർജി ഉണർന്നപ്പോൾ ഈ സ്വയം സൗകര്യം എന്ന് പറഞ്ഞു, നേതാജി വന്നിട്ട് പോയിന്ന്, നിങ്ങൾക്ക് വിളിക്കാമായിരുന്നില്ലേ എന്ന് ചോദിച്ചിട്ട് ഇരുന്നിടത്തിരുന്ന് തന്നെ ഡോക്ടർജി
നേതാജി അഭിവാദ്യം ചെയ്തെന്ന് പറയുന്നത്. അതിന്റെ പിറ്റേ ദിവസമാണ് അദ്ദേഹത്തിന്റെ മരണം സംഭവിക്കുന്നത്. അതൊരു സംഗതി. ഇതുപോലെ തന്നെ അതിനുശേഷമാണ് സവർക്കറെ കാണാൻ പോയിട്ടുണ്ട്. 1940 ഡേറ്റ് ഞാൻ കുറിച്ചിട്ടുണ്ട്, തപ്പുണ്ടല്ലോ ഇപ്പോഴേ. സവർക്കറെ കാണാൻ, സവർക്കറെ മുമ്പിൽ വെക്കുന്ന നിർദ്ദേശം എന്ന് പറയുന്നത് നേതാജിയുടെ ആശയം ഭാരതത്തിനുള്ളിൽ തന്നെയുള്ള ചില സമര പരിപാടികളൊക്കെ ആയിരുന്നു. പ്രധാനമായിട്ടും കൽക്കട്ട ബേസ് ചെയ്ത് അവിടെ വെച്ച് സവർക്കറാണ് നിർദ്ദേശിക്കുന്നത്. അതുകൊണ്ട് കാര്യമില്ല, ലോകമഹായുദ്ധത്തിന്റെ സാഹചര്യത്തിൽ പുറത്തു പോവുക, ജർമ്മനിയുടെയും ജപ്പാന്റെയും ഒക്കെ സഹായം തേടിക്കൊണ്ട് പോരാട്ടത്തിന് ഇറങ്ങാനുള്ള നിർദ്ദേശം കൊടുക്കുന്നത് സവർക്കറാണ്. അങ്ങനെയാണ് നേതാജി പോകുന്നത്. അതാണ് രശ്മിഹാരി ബാസ്. അദ്ദേഹമാണല്ലോ ഈ INA ആദ്യം സ്ഥാപിക്കുന്നത്. ഹിന്ദു മഹാസഭ സ്ഥാപിച്ചിട്ടുണ്ട് ജപ്പാനിൽ. ഇദ്ദേഹത്തിന് പരിചയപ്പെടുത്തുന്നത് ഇദ്ദേഹമാണ്, സവർക്കറാണ്. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ വേറെ ഒരു കാര്യം കൂടിയുണ്ട്. സവർക്കറും അംബേദ്കറും അക്കാര്യത്തിൽ യോജിപ്പായിട്ട് നിലപാട് ചെയ്തിട്ടുണ്ട്. പ്രധാനമായും സവർക്കർ അന്ന് ഇന്ത്യൻ പട്ടാളത്തിലേക്ക്, അത് അദ്ദേഹത്തിന്റെ ആ യുദ്ധ സാഹചര്യത്തിലും വൈദേശിക ബന്ധങ്ങളിലും പ്രതിരോധ കാര്യങ്ങളിലൊക്കെ കാണിച്ച ശ്രദ്ധയുടെ ഒരു ഉദാഹരണമാണ്. 1930 അദ്ദേഹം ആവശ്യപ്പെട്ടു ഇന്ത്യയിലെ പരമാവധി ഹിന്ദുക്കള് പട്ടാളത്തിൽ ചേരണം. അത് പറയുന്നതിന് കാരണം ഉണ്ടായിരുന്നു. പാകിസ്ഥാന്റെ വിഭജനത്തിന് സാധ്യത അവിടെ നിൽക്കുന്നു. ഒന്ന്, അന്നത്തെ കാലത്ത് ഈ പാകിസ്ഥാന്റെ ഭാഗത്തുള്ള ഇടങ്ങളിലാണ് പട്ടാളത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർക്ക് ഭൂരിപക്ഷമുള്ളത്. വിഭജനത്തിന്റെ ഒരു കാലം വന്നു കഴിഞ്ഞാൽ ഭാരതത്തിൽ സൈനിക ശക്തി ഇല്ലാത്ത അല്ലെങ്കിൽ താരതമ്യേന കുറഞ്ഞ സാഹചര്യം ഉണ്ടാവും. അതിനെ പരിഹരിക്കാൻ വേണ്ടിയാണ് പട്ടാളച്ചേരാൻ സാധിച്ചത്. പരമാവധി ഹിന്ദുക്കൾ. അത് രണ്ടാമത്തെ ലക്ഷ്യമാണ്. ഒന്നാമത്തെ ലക്ഷ്യം അതല്ല. രണ്ടാം ലോകമഹായുദ്ധത്തിന് ജപ്പാന്റെയോ ജർമ്മനിയുടെ സഹായത്തോടു കൂടി നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ പടയാളികൾ ഭാരതത്തിന്റെ അതിർത്തി കടന്നു വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ തോക്കുണ്ടാവും, ആ തോക്ക് കൊണ്ട് എങ്ങോട്ട് വെടിവെക്കണമെന്ന് അന്നേരം തീരുമാനിക്കാം എന്നുള്ള നിർദ്ദേശവും കൊടുത്തിട്ടാണ് സവർക്കർ ഈ പട്ടാളം ചെയ്ത് യോജിപ്പിച്ചത്, അതിനുവേണ്ടി പ്രേരിപ്പിച്ചത്. അവിടെ ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു. നിങ്ങളുടെ കയ്യിൽ തോക്ക് എന്നത് അനുവദിക്കാത്തവര് നിങ്ങളുടെ കയ്യിൽ തോക്ക് തരിക. അവർ പരിശീലനം തരുന്നുണ്ട്, അതെല്ലാം സ്വീകരിക്കുക. അവസാനം അവർ പറഞ്ഞ പ്രതിജ്ഞ ഉണ്ടല്ലോ, ബ്രിട്ടീഷ് രാജ്ഞിക്ക് പ്രതിബദ്ധത പറയുന്ന പ്രതിജ്ഞ, അത് നിങ്ങൾ മനസ്സിലാക്കി മനസ്സിൽ ഉള്ളോട്ട് പറയണ്ട. ഇതാണ് സവർക്കറുടെ രണതന്ത്രം. അപ്പൊ നമ്മൾ ആലോചിക്കൂ, അങ്ങനെ ഒരു രണതന്ത്രം സവർക്കർ എടുത്തില്ലായിരുന്നെങ്കിൽ, അത് നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ മനസ്സിലാക്കി. സവർക്കർ ഇന്ത്യക്കാരെ ബ്രിട്ടീഷുകാരെ കൊണ്ട് റിക്രൂട്ട് ചെയ്തെന്നാണ് കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും പറയുന്നത്. പക്ഷെ ഇതിനെ റേഡിയോ പ്രഭാഷണത്തിൽ കൂടെ നേതാജി സുഭാഷ് ചന്ദ്രബോസ് സവർക്കറുടെ ഈ നടപടിയെ ശ്ലാഘിച്ചിട്ടുണ്ട്. രശ്മിഹാരി ബോസും പറഞ്ഞിട്ടുണ്ട് ഇത് നിർണായകമായ ഒരു ചുവടുവെപ്പാണെന്നും സ്വീകാര്യമായ ഒരു കാര്യമാണെന്നും അവർ രണ്ടുപേരും റേഡിയോ ടോക്കിൽ കൂടെ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത് കണ്ടില്ലേ. മൂന്നാമതൊരു കാര്യത്തിലേക്ക് ഞാൻ വരാം. അത് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ഭാരതത്തിന് രണ്ടു തരത്തിലുള്ള രാജ്യങ്ങളിൽ നിന്ന് ആക്രമണ സാധ്യതകൾ, അതായത് പാകിസ്ഥാന്റെയും ചൈനയുടെയും. പാകിസ്ഥാനുകാരി എല്ലാവർക്കും അറിയാമായിരുന്നു. ചൈനയെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞതിൽ ഞാൻ പറയുന്ന രണ്ടാമത്തെ പ്രമുഖൻ വീര സവർക്കറായിരുന്നു. ആദ്യം പറഞ്ഞ ആളാരെന്നറിയണ്ടേ? ശ്രീ അരവിന്ദോ. അരവിന്ദ മഹർഷി 1950 വരെ ജീവിച്ചിട്ടുള്ളൂ. അതിനുമുമ്പ് അദ്ദേഹം ദിവ്യദൃഷ്ടി കൊണ്ട് പറയുന്നുള്ള കാര്യം പറഞ്ഞു. കാര്യങ്ങൾ മനസ്സിലാക്കി. ദിവ്യദൃഷ്ടി ഞാൻ തമാശയായിട്ട് പറഞ്ഞതേ ഉള്ളൂ. കൊറിയൻ യുദ്ധം കഴിഞ്ഞപ്പം അവരുടെ അടുത്ത ലക്ഷ്യം ടിബറ്റ് ആയിരിക്കും, ചൈനയുടെ. ടിബറ്റും പിടിച്ചെടുത്തു കഴിഞ്ഞാൽ ഭാരതത്തിലേക്ക് കടന്നു വന്ന് ലോകത്തിൽ ചൈനയുടെ സാമ്രാജ്യത്വം വളർത്തുന്നതിനുള്ള വഴിയായി ഭാരതത്തെ അവർ ഉപയോഗിക്കുമെന്ന് ശ്രീ അരവിന്ദോ അന്ന് പറഞ്ഞു. സവർക്കറൊക്കെ പറയുന്നത്, സവർക്കറും ഡോക്ടർ അംബേദ്കറും ഒക്കെ പറയുന്നത് പക്ഷെ ഈ ടിബറ്റ് യുദ്ധത്തിന് ശേഷം
ശ്രീ അരവിന്ദ് അതിനു മുമ്പ് പറഞ്ഞിരുന്നു, കൊറിയൻ യുദ്ധം കഴിഞ്ഞപ്പോഴേ പറഞ്ഞിരുന്നു. സവർക്കർ എന്ന് പറഞ്ഞു, അതായത് 1954 ചൈന യുദ്ധത്തിന്റെ 8 വർഷം മുമ്പ് സവർക്കർ മുന്നറിയിപ്പ് കൊടുത്തു, അപകടം വരാൻ പോകുന്നു, ചൈനയെ സൂക്ഷിക്കണമെന്ന്. ഇത് തന്നെ ഡോക്ടർ അംബേദ്കറും പറഞ്ഞത്, ഇത് തന്നെ സർദാർ പട്ടേൽ സൂചിപ്പിച്ചത്, ഇത് തന്നെ ഗുരുജി ഗോൾവൽക്കർ, ശ്രീ ഗുരുജി ഗോൾവൽക്കറും പറഞ്ഞത്. അവരൊക്കെ പറഞ്ഞെങ്കിലും സവർക്കർ അത് കൃത്യമായി സൂചിപ്പിച്ചിട്ടുള്ളതാണ്. പ്രതിരോധ കാര്യത്തിലും അതുപോലെ മറ്റൊരു കാര്യം കൂടെയാണ് ഈ എടുത്തു പറയേണ്ട കാര്യമുണ്ട്. നയതന്ത്ര മേഖലയിൽ ഒരു വിഷയം ഉണ്ടായ സമയത്ത് ഭാരതം ചൈനയോട് എടുക്കുന്നതിനെ കുറിച്ചിട്ടൊരു വിഷയം വന്നു. നെഹ്റു ചൈന എടുക്കുന്നതിനെ കുറിച്ച്, നയതന്ത്രപരമായി സോവിയറ്റ് യൂണിയനോടും ചൈനയോട് എടുക്കുന്നതിനെ കുറിച്ച് സവർക്കറുടെ അഭിപ്രായം ചോദിച്ചപ്പോൾ സവർക്കർ പറഞ്ഞത് അമേരിക്കയുടെ വിമർശനം. സവർക്കർ പറഞ്ഞ മറുപടി എന്തെന്ന് പറഞ്ഞാല്, അമേരിക്ക പാകിസ്ഥാൻ എടുക്കുന്നത് ഭാരതത്തോട് ചോദിച്ചിട്ടല്ലല്ലോ. അതുകൊണ്ട് ഭാരതത്തിന്റെ താല്പര്യത്തിന് വേണ്ടി ആരോടെടുക്കണമെന്ന് ഭാരതം തീരുമാനിക്കുന്ന സവർക്കർ പറഞ്ഞത്. അതായത് ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയെ പിന്തുണച്ചുകൊണ്ട് ഉള്ള ഒരു നടപടി. പ്രധാനമന്ത്രിയെ പിന്തുണച്ചെന്ന് പറയും, പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു വീര സവർക്കറെ കൊല്ലാൻ വേണ്ടി തന്നെ ശ്രമിച്ച ആളാണെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം കള്ളക്കേസിൽ, ഗാന്ധി വധക്കേസില് തൂക്കിക്കൊല്ലാനുള്ളൊരു, തൂക്കുമരത്തിലേക്ക് തള്ളിവിടാനുള്ളൊരു അത് തന്നെയാണ് ശ്രമിച്ചു. തന്നെയല്ല, മാത്രമല്ല അത് കഴിഞ്ഞു, ആ കേസിനകത്ത് വിട്ടുപോയി. കോടതി ഇദ്ദേഹത്തെ അനുകൂലമായിട്ട് വിധിച്ചു. ആ വിധിയും കഴിഞ്ഞിട്ട് പുറത്തു വന്ന സവർക്കറെ 1982 ഇലക്ഷന് മുമ്പായിട്ട് പിന്നെയും കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു. അങ്ങനെയൊക്കെ അറിയുമോ സവർക്കറെ 48 അറസ്റ്റ് ചെയ്തതും ഗാന്ധി വധത്തിന് ശേഷം അറസ്റ്റ് ചെയ്തതും ഗാന്ധി വധത്തിന്റെ ചാർജിലായിരുന്നില്ല. പ്രശ്നം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി കരുതൽ തടങ്കൽ എന്ന് ഇപ്പൊ പറയുന്നത് പോലുള്ള ഒരു തടങ്കൽ അങ്ങനെ എടുത്തിട്ട് കള്ളക്കേസ് കുടുക്കി കൊണ്ടുവരിക ചെയ്തത്. അത് ശരി. ആളെ അറസ്റ്റ് ചെയ്ത് അകത്തിട്ടതിന് ശേഷം കേസും അത് മാത്രമോ, ഈ പേരും കൂടെ സവർക്കറുടെ അനുവിനെ കൊന്നു ഈ കോൺഗ്രസ്സുകാര്. അതിന്റെ ഒരു വമ്പൻ ചരിത്രം ബ്രാഹ്മണ വംശഹത്യ. ഇത് അത് നമ്മളെ വിഷയത്തല്ലാത്തത് കൊണ്ട് സവർക്കർ ഇപ്പം ഭാരതത്തിന്റെ പ്രതിരോധം, നയതന്ത്രം, ഇനി സാങ്കേതിക രംഗത്താണെങ്കിലും അതിലേക്കായിരുന്നു ഞാൻ അടുത്തത് വരാൻ പോകുന്നത്. കാരണം ഇത്രയും ദീർഘവീക്ഷണമുള്ള ഒരാള്, അതും ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിന് വേണ്ടിയാണ് ബോംബ് പോലുള്ള സാമഗ്രികളുടെ നിർമ്മാണം, അതിന്റെ ഒരു സാങ്കേതിക വിദ്യ ഭാരതത്തിലേക്ക് കടത്തുവാൻ ശ്രമിച്ച ഒരാൾ, ശാസ്ത്ര സാങ്കേതിക മേഖല എന്തായാലും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരാളായിരിക്കില്ല. പ്രത്യേകിച്ച് സവർക്കറെ പോലെ ഇത്രയും ദീർഘവീക്ഷണവും പരന്ന ചിന്തയും വായനയും ബുദ്ധിശക്തിയുമുള്ള ഒരാൾ. ശാസ്ത്ര സാങ്കേതിക മേഖലയോട് അദ്ദേഹത്തിന്റെ ഒരു മനോഭാവം, അല്ലെങ്കിൽ ഭാരതം എങ്ങനെ അതിനെ സമീപിക്കണമെന്നായിരുന്നു. അത് പറയുമ്പോൾ 1908 സാങ്കേതിക രംഗം 1908 പോലും അന്നേരം സവർക്കർ എത്ര വയസ്സുള്ള 26 വയസ്സ് മറ്റേ ഉണ്ടാവുള്ളൂ. 83 അദ്ദേഹത്തിന് ഡേറ്റ് ഓഫ് ബർത്ത്, 25 അത്ര ഉണ്ടാവുള്ളൂ, 25 വയസ്സ് ഉണ്ടാവുള്ളൂ. 25 പോലും കാണില്ല. കാരണം 1910 അദ്ദേഹത്തിന്റെ 20കളിലായിരുന്നു. 83 അപ്പൊ 25 കൂട്ടിക്കൊള്ളു. ആ സമയത്താണ് പുതിയ യുദ്ധസാമഗ്രികൾ, വൈമാനിക യുദ്ധസാമഗ്രികൾ ഉപയോഗിക്കുന്നതിനെ കുറിച്ച്, അതിന്റെ സാധ്യതയെ കുറിച്ചുള്ള ലേഖനം അദ്ദേഹം എഴുതിയിട്ടുള്ളത്. വിശദാംശങ്ങളിലേക്ക് പോകാൻ നമുക്ക് സമയമില്ല. അത് ഫ്രാൻസിന്റെ പരിപ്രേക്ഷ്യത്തിൽ എഴുതിയൊരു ആർട്ടിക്കിളാണ്. അതിനുശേഷം പിന്നീടോ കൃത്യം അന്ന് ആദ്യം ഒരു ചോദ്യം ചോദിച്ചല്ലോ ഗാന്ധിജിയെ കുറിച്ച്. ഗാന്ധിജി അന്ന് യന്ത്രവൽക്കരണത്തെ ശക്തമായിട്ട് എതിർക്കുകയായിരുന്നു. ഗാന്ധിജി പറഞ്ഞ് നടക്കാൻ വേണ്ടി അത്ര നടന്നാൽ മതി, കൈ എത്തുന്നിടം വരെ പോയാൽ മതി, നിങ്ങൾക്ക് ജന്മസിദ്ധമായിട്ടുള്ള വേഗത മതി, ഇതിനപ്പുറം യന്ത്ര സഹായം കൊണ്ട് ഒരു കാര്യം ചെയ്യാൻ പോകരുതെന്നുള്ള കാഴ്ചപ്പാടായിരുന്നു. പക്ഷെ സവർക്കർ അന്ന് 1910 9 5 ഒക്കെ തൊട്ട് തന്നെ ശസ്ത്രമാണെങ്കിലും ശാസ്ത്രമാണെങ്കിലും ആയുധമാണെങ്കിലും ശാസ്ത്രമാണെങ്കിലും സാങ്കേതിക വിദ്യ ആണെങ്കിലും ആധുനികമായ ഉത്തരോത്തരം ലോകത്തിന് മുമ്പേ സഞ്ചരിക്കണം ഭാരതം സങ്കല്പം ഉണ്ടായിരുന്നയാളാ. തീർച്ചയായിട്ടും ഇവരെല്ലാരും ഗാന്ധിജി ഉൾപ്പെടെ സിനിമയ്ക്കെതിരെ പറഞ്ഞപ്പം സിനിമയെ എന്തിനു എതിർക്കണം? സിനിമ പുതിയ സാധ്യതകളാണ് കൊണ്ടിരുന്നത്, ആ സാധ്യതകളെ പ്രയോജനപ്പെടുത്തണമെന്ന സവർക്കർ പറഞ്ഞത്. ഒരു ആശയപ്രചരണത്തിനുള്ള ഒരു മാർഗമായിട്ട് ഒരു പക്ഷേ അദ്ദേഹം കണ്ടിരുന്നിരിക്കാം. അതുപോലെ തന്നെ വ്യവസായ, ഞാൻ നേരത്തെ പറഞ്ഞില്ല, വ്യവസായ ബന്ധിക്കെതിരെ പറഞ്ഞപ്പം, തൊഴിൽ ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യത്തെ പറഞ്ഞപ്പം സവർക്കർ അവിടെയാ പറഞ്ഞതും
വ്യാവസായിക മേഖലകളിലും സാങ്കേതിക മേഖലയിലൊക്കെ ഭാരതത്തിന്റെ സർവതോമുഖമായ വളർച്ച ആഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞ. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ കാലത്തെ ഭാരതം കൃത്രിമ ബുദ്ധിയിലേക്ക് കടക്കുമ്പം, ലോകം കൃത്രിമ ബുദ്ധിയിലേക്ക് കടക്കുമ്പം, ആ കൃത്രിമ ബുദ്ധിയിൽ അമേരിക്കയുടെ സാമ്പത്തിക ശക്തിയും ചൈനയുടെ അടച്ചിട്ട വ്യവസ്ഥയും അവർ സമ്പാദിക്കുന്ന കൃത്രിമ ബുദ്ധിയിലുള്ള പ്രാഗൽഭ്യത്തെ അല്ല മികവിനെ അവരുടെ സാമ്രാജ്യത്തെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കാൻ വേണ്ടി സ്വകാര്യ സമ്പാദ്യമാക്കി മാറ്റി നോക്കുമ്പോൾ നരേന്ദ്രമോദി ലോകത്തോട്, ഇന്ത്യൻ പ്രധാനമന്ത്രി ലോകത്തോട് ആവശ്യപ്പെടുന്ന എന്താണ്? ഡെമോക്രാറ്റൈസ് ഇറ്റ്. ഇറ്റ് ഷുഡ് ബി പീപ്പിൾ സെൻട്രിക്. അത് ജനങ്ങൾക്ക് കേന്ദ്രീകൃതമായിട്ട് വേണം കൃത്രിമ ബുദ്ധി. അതുപോലെ തന്നെ ജനാധിപത്യപരമായ ഉപയോഗത്തിന് വരണം. ആളുടെ കയ്യിൽ കുത്തകയാകാൻ പാടില്ല. ഇതും പറഞ്ഞുകൊണ്ടാണ് നരേന്ദ്രമോദി ലോകത്തിന്റെ മുമ്പിലേക്ക്, ഗ്ലോബൽ സൗത്തിലേക്ക് സംഘടിപ്പിച്ചുകൊണ്ട് കൃത്രിമ ബുദ്ധിയെ ആ മേഖലയിൽ ഭാരതത്തെയും മറ്റു ലോകരാജ്യങ്ങളെയും മുന്നോട്ട് കൊണ്ടുവന്ന് ആ മേഖലകളിൽ കുത്തകയായി കഴിഞ്ഞവരെ പ്രതിരോധിക്കാനും അവരെ കടന്നു പോകാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ശ്രമം എന്ന് പറയുന്നത് അതിൻ്റെയൊക്കെ അടിസ്ഥാനം ഈ സവർക്കറുടെ ചിന്താധാരയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയത്തിനും കാര്യമില്ല. തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു സവർക്കറെ കുറിച്ചുള്ള സംഭാഷണത്തിൻ്റെ ഇടയിൽ സവർക്കറോളം തന്നെ കടന്നു വന്നൊരു കഥാപാത്രമാണ് ഗാന്ധി. അപ്പോൾ അവർ തമ്മിലുള്ളൊരു അടിസ്ഥാന വ്യത്യാസമായിട്ട് ഞാൻ കാണുന്നത് ഗാന്ധിയുടെ അഹിംസാവാദവും സവർക്കറുടെ പൂർണ്ണമായിട്ടുള്ള സശസ്ത്രവാദവും. അത് ഒരു പോരാളികളുടെ ഒരു ക്ലാസ് മാത്രം മതി, ഒരു ജാതി മാത്രം മതി, പോരാളികളുടെ ഒരു ജാതി മാത്രം മതി എന്നുള്ള രീതിയിലുള്ളൊരു ചിന്താഗതി. ഇവരുടെ മരണങ്ങൾ സംഭവിച്ചുള്ളൊരു നിരീക്ഷണം അങ്ങ് തന്നെ നമ്മുടെ സ്വകാര്യ സംഭാഷണത്തിൽ പറഞ്ഞിരുന്നു. അതേക്കുറിച്ച് പ്രേക്ഷകരോടും കൂടി ഒന്ന് പങ്കുവെച്ചാൽ, കാരണം വളരെ കൗതുകകരമാണ്. അഹിംസാവാദിയുടെ മരണം ശസ്ത്രം കൊണ്ടും, ശാസ്ത്രവാദിയുടെ മരണം വളരെ സമാധാനമായി ഉപവാസിച്ച് ദേഹത്യാഗം ചെയ്തു പോകുന്നത് പോലുള്ള ഒരു ശാന്തമായ മരണവും. ഈ ഒരു കൗതുകത്തെ അങ്ങെങ്ങനെ നോക്കിക്കാണുന്നു? അങ്ങയുടെ ചോദ്യത്തിലെ ഒരു കാര്യത്തിൽ ഒരു തിരുത്തി ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും മഹാത്മജി പൂർണ്ണ അർത്ഥത്തിൽ അഹിംസാവാദിയായിരുന്നു. പക്ഷെ സവർക്കർ പൂർണ്ണ അർത്ഥത്തിൽ ഹിംസാവാദിയായിരുന്നില്ല. ഹിംസ ആവശ്യമുണ്ടെങ്കിൽ ചെയ്യണം. ഞാനതൊരു ഗീതയുടെ അർത്ഥത്തിലാണ്. ആയിക്കോട്ടെ, ഗീതയുടെ അർത്ഥം പറയുമ്പോൾ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഭഗവത്ഗീതയെ തെറ്റായിട്ടെന്ന് ഞാൻ പറയുന്നില്ല, വ്യത്യസ്തമായിട്ട് വ്യാഖ്യാനിച്ചിട്ടാണ് മഹാത്മജി അദ്ദേഹത്തിന്റെ അഹിംസാ സിദ്ധാന്തം കൊണ്ടുവച്ചത്. തീർച്ചയായിട്ടും ആ അഹിംസാ സിദ്ധാന്തം ഗീതയുടെ കാഴ്ചപ്പാടിൽ അല്ല എന്നാണ് ശ്രീ അരവിന്ദ് 1923 പറഞ്ഞത്. അതവിടെ നിൽക്കട്ടെ. സവർക്കർ പക്ഷെ അവിടെ കാര്യം ധർമ്മത്തിന് വേണ്ടി ആയുധമെടുത്ത് പോരാടണമെന്ന് പറഞ്ഞ് ഭഗവത്ഗീതയുടെ യഥാർത്ഥ സന്ദേശമാണ് സവർക്കർ അദ്ദേഹത്തിന്റെ രണതന്ത്രമായിട്ട് എടുത്തത്. ഒരുപക്ഷെ അതുകൊണ്ട് തന്നെയായിരിക്കും കൃഷ്ണനെ കൂടുതൽ പിന്തുടർന്നത്, യഥാർത്ഥത്തിൽ പിന്തുടർന്നത് സവർക്കർ ആയതുകൊണ്ടായിരിക്കും. സവർക്കർക്ക് അവസാനത്തെ യാത്ര എന്ന് പറയുന്നത് അദ്ദേഹം സ്വയം തിരഞ്ഞെടുക്കത്ത രീതിയിലൂടെ, നേരത്തെ മരണം പല പ്രാവശ്യം മുൻപ് വന്നതാണ്. മരണത്തോട് മാറി നിൽക്കുക, എനിക്കിനിയും പല കാര്യങ്ങളും ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ് മരണത്തെ വെല്ലുവിളിച്ച വീരവിനായക ദാമോദർ സവർക്കർ അവസാനം 1966 ഫെബ്രുവരി 6-ാം തീയതി കുടുംബാംഗങ്ങളെയൊക്കെ വിളിച്ച് മക്കളെയും മകളെയും മകനെയും മരുമകളെയും മരുമകനെയും കൊച്ചുകുട്ടികളൊക്കെ വിളിച്ചിട്ട് പറയുകയാണ്, ഞാൻ ഇനിയും മുന്നോട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല, ആത്മസമർപ്പണത്തിന് തയ്യാറാവുകയാണ്. പ്രത്യേകം പറഞ്ഞു, ആത്മഹത്യയല്ല, പ്രായോഗവേശം എന്നൊക്കെ പറയുന്ന സംവിധാനം തയ്യാറെടുപ്പ് തുടങ്ങി. ആദ്യം തന്നെ പറഞ്ഞു, ഇനി നിങ്ങൾ എനിക്ക് എൻ്റെ ഈ ശരീരം നിലനിൽക്കാൻ വേണ്ടി മരുന്നുകളോ ആഹാരമോ ഒന്നും തരണ്ട. ആഹാരം ഉപേക്ഷിച്ചു, മരുന്നുകൾ ഉപേക്ഷിച്ചു, പല ദിവസങ്ങളിലും ജലപാനം മാത്രം. അങ്ങനെയാണ് 1966 ഫെബ്രുവരി 26-ാം തീയതി അദ്ദേഹം സ്വേച്ഛയാ സ്വന്തം ഇഷ്ടത്തോടുകൂടി ജീവൻ മുക്തനാവുന്നത്. അന്നും പറഞ്ഞു, ഇനിയും ഒരവസരം, എനിക്ക് ജീവൻ മുക്തി എന്ന് പറഞ്ഞാൽ
പുനർജന്മം വേണ്ട എന്ന് ഞാൻ ആവശ്യപ്പെടില്ല. വീണ്ടും ഒരു ജന്മമുണ്ടെങ്കിൽ അത് ഭാരതത്തിൽ തന്നെ ആയിരിക്കണം, ഭാരതത്തിന് സേവ ചെയ്യാൻ വേണ്ടി ആയിരിക്കണം എന്നാണ് സവർക്കർ ആവശ്യപ്പെട്ടത്. പിന്നെ സവർക്കറെ കുറിച്ച് മനസ്സിലാക്കേണ്ട ഒരു ഘടകം അവിടെയുണ്ട്. ഈ കാര്യം എല്ലാവരും വിളിച്ചു പറയാൻ കാരണങ്ങളുണ്ടായിരുന്നു. മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ കൃത്യമായും പറഞ്ഞു, എൻ്റെ മരണശേഷം വേദങ്ങൾ ഉച്ചരിക്കണം നിർബന്ധമുണ്ടെങ്കിൽ ഉച്ചരിച്ചു. അതിനപ്പുറമായിട്ട് ഒരു മരണാനന്തര ചടങ്ങുകളും വേണ്ട. ഒന്ന്, എന്നെ ദഹിപ്പിക്കുന്നത് ഇലക്ട്രിക് ക്രമത്തോടത്തി മതി, അതിനുവേണ്ടി പ്രകൃതിയെ തടിയെ ബുദ്ധിമുട്ടിക്കണ്ട. അടുത്തത്, ആളുകൾ എന്നെ ചുമന്നുകൊണ്ട് പോകണ്ട, ഏതെങ്കിലും മൃഗങ്ങൾ കാളയെ വിട്ട് വലിക്കുന്ന വണ്ടിയിലും കൊണ്ടുപോകണ്ട, എന്തോ നിൽക്കുന്ന വാഹനത്തിൽ കൊണ്ടുപോയാൽ മതി. അങ്ങനെ ആരെങ്കിലും എന്നെ ചുമക്കുന്നത് എനിക്കിഷ്ടമല്ല. അത്ര കൃത്യമായ നിർദ്ദേശം നൽകിയിട്ട് ലോകത്തോട് വിട പറയാൻ കഴിഞ്ഞ വിനായക ദാമോദർ സവർക്കർ കാലം ഭാരതത്തിന് വേണ്ടി കരുതി വച്ചിരുന്ന യുഗപുരുഷനായിരുന്നു എന്ന് പറയുന്നതിൽ ഒരു തർക്കത്തിനും കാര്യമില്ല. അഹിംസയുടെ ഉപാസകനായ ഗാന്ധിജിക്ക് വിനായക ഗോഡ്സെയുടെ കൈകൾ കൊണ്ട് വെടിയേറ്റൊരു മരണം, അത് ഒരിക്കലും ഒരു മനുഷ്യനും സ്വീകാര്യമായ കാര്യമല്ല. പക്ഷെ അവിടെ ഓർക്കപ്പെടേണ്ട വേറൊരു കാര്യമുണ്ട്. 1925 സ്വാമി ശ്രദ്ധാനന്ദയെ ഒരുപക്ഷെ അതേ രൂപത്തിൽ തന്നെ ആക്രമിച്ച് കൊലപ്പെടുത്തിയ റഷീദിനെ എൻ്റെ സഹോദരനാണ് എന്ന് പറഞ്ഞ് ഗോഹട്ടി കോൺഗ്രസ് സമ്മേളനത്തിൽ ന്യായീകരിച്ച ഗാന്ധി അത്തരത്തിലുള്ള പീഡനങ്ങൾ, ഖിലാഫത്ത് തൊട്ടുള്ള പീഡനങ്ങളുടെ ഫലമായിട്ട് രാജ്യത്ത് ഒരു പ്രീണനത്തിന്റെ രാഷ്ട്രീയം മുന്നോട്ട് വെച്ചതിന്റെ അനന്തര ഫലമായിട്ടാണ്, നിവൃത്തി കെട്ടിട്ടാണെന്ന് പറയാവുന്ന രൂപത്തില് സാഹസികരായ ചെറുപ്പക്കാർ വേണ്ടാത്ത പണി ചെയ്തത്. അതാണ് രണ്ടുപേരുടെയും മരണം തമ്മിലുള്ള വ്യത്യാസം. തീർച്ചയായിട്ടും ഇവിടെ ഒരു കാര്യം ഓർക്കണം. ആയുധമെടുത്ത സവർക്കറെ ബ്രിട്ടീഷുകാർ യഥാർത്ഥത്തിൽ ഭയപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധിക്ക് മഹാത്മാഗാന്ധിയാകുന്നതിനുള്ള വഴിയൊരുക്കിയത്. തീർച്ചയായിട്ടും സവർക്കർ ഇല്ലായിരുന്നുവെങ്കിൽ ഇംഗ്ലീഷുകാര് ഗാന്ധിജിക്ക് തുടക്കത്തിലെങ്കിലും കൊടുത്ത പിന്തുണ, ഒരുപക്ഷെ ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ കാലഘട്ടം വരെ, ക്വിറ്റ് ഇന്ത്യ സമരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഗാന്ധിജിയെ ആ സമരത്തോടു കൂടി ഗാന്ധിജി അവർ തീർത്തും വെറുത്തു കഴിഞ്ഞു, ബുദ്ധിമുട്ടിക്കുകയും ചെയ്തു. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. സവർക്കർക്ക് പകരക്കാരനായിട്ട് സവർക്കറെ പ്രതിരോധിക്കാൻ വേണ്ടി എന്ന് ഗാന്ധിജിക്ക് സവർക്കറുടെ ആശയങ്ങൾക്ക് നേരെ എതിരെ എന്ന് തന്നെ വേണമെങ്കിൽ പറയാവുന്ന തരത്തിൽ ഇംഗ്ലീഷുകാരോട് സ്വീകാര്യത, അതിനുവേണ്ടി സ്വീകാര്യത. തീർച്ചയായിട്ടും ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം മറന്നുപോയി, നേരത്തെ സൂചിപ്പിക്കേണ്ടതായിരുന്നു. എങ്കിലും പലരും പറയുന്നൊരു കാര്യമുണ്ട്, പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റുകളും അവരുടെ ഇസ്ലാമിക തീവ്രവാദി സഖാക്കളും സവർക്കർ മാപ്പെഴുതി കൊടുത്തു. മാപ്പെഴുതി കൊടുത്ത സവർക്കറെ മാപ്പെഴുതി കൊടുക്കുന്നതിന് വലിയ പ്രശ്നമൊന്നുമല്ല, മാപ്പല്ല, ക്ലമൻസിന്റെ മാപ്പല്ല. പക്ഷെ ബ്രിട്ടീഷ് തടങ്കലിൽ നിന്ന് വിമുക്തനായി 2 ജീവപര്യന്തം വിധിക്കപ്പെട്ട സാഹചര്യത്തിൽ പുറത്തു വന്ന് ശിവജിയുടെ ശരീരത്തിൽ ഭാരതത്തിന് വേണ്ടി വീണ്ടും പോരാടാൻ ആഗ്രഹിച്ച സവർക്കർ അങ്ങനെ ഒരു കത്ത് കൊടുക്കാൻ തയ്യാറായെങ്കിൽ അതിനെ എങ്ങനെയാണ് ഇംഗ്ലീഷുകാർ റെസ്പോണ്ട് ചെയ്ത് നോക്കുക. അത് ഞാനിവിടെ ഒന്ന് വായിക്കാം. സവർക്കറുടെ കത്ത് കിട്ടിക്കഴിഞ്ഞപ്പം ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ റെജിനാൾഡ് ക്രാഡ്റോക്ക് അദ്ദേഹത്തിന്റെ മേലധികാരിക്ക് കത്തിൽ പറഞ്ഞിരിക്കുന്ന വാചകങ്ങളാണ്: സവർക്കർക്ക് എന്തെങ്കിലും തരത്തിൽ ഉള്ള സ്വാതന്ത്ര്യം നൽകുന്നത് അസാധ്യമാണ്. യൂറോപ്പിലും ഇന്ത്യയിലും വ്യാപകമായി കഴിഞ്ഞ പുതിയ തലമുറ വിപ്ലവകാരുടെ മേൽ സവർക്കർക്കുള്ള നിർണായക സ്വാധീനം നാം ഒരിക്കലും മറക്കാൻ പാടില്ല. സവർക്കർ വിപ്ലവകാരിയായ സ്വാതന്ത്ര്യ സമര പോരാളി മാത്രമല്ല, അദ്ദേഹം മികച്ച ഒരു സംഘാടകനും ഉന്നതനായ നേതാവും ലോകത്തിന്റെ എല്ലാ മുക്കിലും മൂലയിലും വ്യാപിച്ചിട്ടുള്ള വിപ്ലവകാരികളുടെ അദമ്യമായ പ്രചോദനവുമാണ്. കൊടും വിപ്ലവകാരിയുടെ പല സംഘങ്ങൾ ഇന്നും
സവർക്കറെ ഈ ജയിലിൽ നിന്ന് മറ്റേതെങ്കിലും ജയിലിലേക്ക് മാറ്റാൻ ശ്രമിച്ചാൽ അവർ അവരുടെ ദീർഘകാല ലക്ഷ്യം നേടുന്നതിൽ എന്തെങ്കിലും സാഹസിക നീക്കങ്ങൾ നടത്തി വിജയിക്കും. അദ്ദേഹത്തിന്റെ കൂട്ടാളികൾ എവിടെ നിന്നെങ്കിലും ഒരു ബോട്ട് സംഘടിപ്പിച്ച സമുദ്രയാത്രകളുടെ ഇടയ്ക്കോ മറ്റോ ഏതെങ്കിലും ദ്വീപുകളിൽ നിന്ന് അപകടകരമായ ഒരു രക്ഷപ്പെടുത്തൽ സാഹസത്തിന് മുതിരും. അപകടകാരിയായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹത്തെ. ലോകവ്യാപകമായി ബന്ധമുള്ള വിപ്ലവകാരികളുടെ രാജകുമാരനാണ് വിനായക ദാമോദർ സവർക്കർ എന്ന് ഇംഗ്ലീഷുകാര് പറഞ്ഞിട്ടുണ്ട്. എതിരൊന്ന് ഇംഗ്ലീഷുകാർ അംഗീകരിച്ചിരിക്കുന്നു. ഇന്ന് സവർക്കറെ എതിർക്കാൻ വേണ്ടി ഇസ്ലാമിക തീവ്രവാദ പക്ഷത്തിന്റെ കൂലി വാങ്ങുന്ന കമ്മ്യൂണിസ്റ്റുകളോ കമ്മ്യൂണിസ്റ്റ് പരിവാറോ കോൺഗ്രസോ അങ്ങനെ ശ്രമിക്കുന്നെങ്കിൽ അവരെ ദൈവം രക്ഷിക്കട്ടെ. സീക്കിംഗ് ദ ട്രൂത്തിന്റെ വീർ സവർക്കറെ കുറിച്ചുള്ള അധ്യായത്തിന്റെ 2ാം ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. വീർ സവർക്കറെ കുറിച്ചുള്ള ചരിത്രവും അദ്ദേഹത്തെ സംബന്ധിച്ച് തമസ്കരിക്കപ്പെട്ട ചരിത്രത്തിന്റെ വിവരങ്ങളും ഒന്നും ഇവിടെ അവസാനിക്കുന്നില്ല. വീണ്ടും KV രാജശേഖരൻജിയെ തത്വമയി പ്രേക്ഷകരുടെ മുമ്പിലേക്ക് കൊണ്ടുവരുവാൻ ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നതാണ്, അദ്ദേഹത്തിന്റെ സമയവും സാഹചര്യവും അനുസരിച്ച്. എന്തായാലും വീർ സവർക്കറുടെ 66ാം സ്മൃതി ദിനത്തോടനുബന്ധിച്ച് ഇത്തരത്തിലൊരു പരിപാടിക്കായി നമ്മുടെ മുമ്പിൽ സ്റ്റുഡിയോയിൽ എത്തിച്ചേർന്ന KV രാജശേഖരൻജിയോട് തത്വമയി ന്യൂസിന്റെ പ്രേക്ഷകരുടെ പേരിലും തത്വമയി ന്യൂസിന്റെ പേരിലുമുള്ള നന്ദി അറിയിക്കുകയാണ്. എന്തായാലും പ്രേക്ഷകർക്ക് ഈ പരിപാടി ഇഷ്ടമായി കാണും എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതെന്തു തന്നെയായാലും, അനുകൂലിച്ചുള്ളതായാലും പ്രതികൂലിച്ചുള്ളതായാലും കമൻറ്റുകളിലൂടെ ഞങ്ങളെ അറിയിക്കുക. എന്തായാലും വീർ സവർക്കറുടെ 66ാം സ്മൃതി ദിനത്തിൽ അദ്ദേഹത്തെ ഓർമ്മിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ധീരസ്മരണകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്തു തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിംഗും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.